സൗദിയിൽ പ്രവാസികളുടെ ഇഖാമ 3 മാസത്തേക്ക് പുതുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇഖാമ ഫീസും ലെവിയും 3 മാസത്തേക്ക് മാത്രം അടയ്ക്കാനുള്ള സൌകര്യം ബാങ്കുകൾ സജ്ജീകരിച്ചു. കുടുംബമായി താമസിക്കുന്നവർക്കും ചെറുകിട സ്ഥാപനങ്ങൾക്കും ഏറെ ആശ്വാസമാണ് പുതിയ തീരുമാനം. വിദേശ തൊഴിലാളികളുടെയും ആശ്രിത വിസയിലുള്ളവരുടെയും ഇഖാമ ഒരു വർഷത്തിന് പകരം 3 മാസത്തേക്ക് മാത്രം ഇഷ്യൂ ചെയ്യാനും പുതുക്കാനുമുള്ള സൌകര്യമാണ് സൗദി ഒരുക്കിയിരിക്കുന്നത്. ഓൺലൈൻ പോർട്ടലുകളായ ഖിവ, അബിഷിർ ബിസിനസ്, മുഖൈം എന്നിവയിലെല്ലാം ഇതിനുള്ള സൌകര്യമൊരുക്കും. 3 മാസത്തേക്കോ 6 മാസത്തേക്കോ 9 മാസത്തേക്കോ ഇഖാമ പുതുക്കാനും ഇഷ്യൂ ചെയ്യാനുമുള്ള സൌകര്യമുണ്ട്. ഈ കാലയളവിനനുസരിച്ച് മാത്രം ഫീസ് അടക്കാനുള്ള സൌകര്യം സൗദിയിലെ ബാങ്കുകളും സജ്ജീകരിച്ചു. ലെവി, ലേബർ കാർഡ് ഫീ, ഇഖാമ ഫീസ്, ഇഖാമ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഫീസ് എന്നിവ ഇതിനനുസരിച്ച് മാത്രം അടച്ചാൽ മതി. വിദേശ തൊഴിലാളികൾക്കും സൗദിയിലെ ചെറുകിട സ്ഥാപനങ്ങൾക്കും കുടുംബത്തോടൊപ്പം സൗദിയിൽ കഴിയുന്നവർക്കും ഏറെ ആശ്വാസമാണ് 3 മാസത്തേക്ക് ഇഖാമ ഇഷ്യൂ ചെയ്യാനും പുതുക്കാനുമുള്ള സംവിധാനം. എന്നാൽ വീട്ടുവേലക്കാർ, ഹൌസ് ഡ്രൈവർമാർ തുടങ്ങിയ ഗാർഹിക തൊഴിലാളികൾക്ക് ഈ സൌകര്യം ലഭിക്കില്ല. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദിയിലെ ബിനാമി ബിസിനസ്സുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് കനത്ത വെല്ലുവിളിയാണെന്ന് ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സ് അഭിപ്രായപ്പെട്ടു. ബാർബർ ഷോപ്പുകൾ, ഗ്രോസറി കടകൾ തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതി നടപ്പിലാക്കാൻ ഏറെ പ്രയാസം. അടുത്ത ഫെബ്രുവരി 16-നകം ബിനാമി ബിസിനസ്സുകളുടെ പദവി ശരിയാക്കണമെന്നാണ് സൗദി വാണിജ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. വാണിജ്യ മേഖലയിലെ ബിനാമി ഇടപാടുകളുടെ വ്യാപ്തി വളരെ കൂടുതലാണെന്നും ചില മേഖലകളിൽ 100% ബിനാമി ഇടപാടുകളാണ് നടക്കുന്നതെന്നും ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സ് ദേശീയ വാണിജ്യ സമിതി അധ്യക്ഷൻ ഹാനി അൽ അഫാലിഖ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ബിനാമി ഇടപാടുകളുള്ളത് ബാർബർ ഷോപ്പുകളിലും ചെറിയ പലചരക്ക് കടകളിലും അഥവാ ബകാലകളിലും ഹൈവേകളിലെ പെട്രോൾ സ്റ്റേഷനുകളിലുമാണ്. ചില ബിനാമി ഇടപാടുകൾ പാടെ ഇല്ലാതാക്കാൻ സമയമെടുക്കും. എല്ലാ മേഖലകളിലുമുള്ള ബിനാമി സ്ഥാപനങ്ങളുടെ പദവി ശരിയാക്കൽ സമയപരിധിക്കുള്ളിൽ വെല്ലുവിളിയാണെന്നും ഹാനി അൽ അഫാലിഖ് പറഞ്ഞു. 2022 ഫെബ്രുവരി 16 ബിനാമി ഇടപാടുകൾ നിയമാനുസൃതമാക്കാൻ അനുവദിച്ച സമയപരിധി. ഇതിനകം സൗദികളുടെ പേരിൽ വിദേശികൾ നടത്തുന്ന ബിനാമി ബിസിനസ്സുകളെല്ലാം വിദേശികൾ സ്വന്തം പേരിലാക്കുകയോ ഒഴിവാക്കുകയോ വേണം. സ്വന്തം പേരിലാക്കാൻ നിക്ഷേപക ലൈസൻസോ പ്രിവിലേജ് ഇഖാമയോ കരസ്ഥമാക്കുകയും നിശ്ചിത മൂലധനം കാണിക്കുകയും വേണം. നിയമലംഘകർക്ക് 5 വർഷം വരെ തടവും 50 ലക്ഷം റിയാൽ വരെ പിഴയുമാണ് ലഭിക്കുന്ന ശിക്ഷ. കൂടാതെ ലൈസൻസ് റദ്ദു ചെയ്യുകയും സമാനമായ ബിസിനസ് നടത്താൻ 5 വർഷം വരെ വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും. ജലീൽ കണമകലം, 24 ജിദ്ദ. വിദേശ ഉംറ തീർത്ഥാടകർക്ക് സൗദിയിൽ എവിടെയും ഇറങ്ങാൻ അനുമതി നൽകി. ഇത് സംബന്ധമായ നിർദ്ദേശം സൗദിയിലെ വിമാനത്താവളങ്ങൾക്കും സ്പോട്ടുകൾക്കും കര അതിർത്തികൾക്കും ലഭിച്ചു. വിദേശ ഉംറ തീർത്ഥാടകർക്ക് അറാർ പോർട്ട് ഒഴികെ സൗദിയിലെ ഏത് പ്രവേശന കേന്ദ്രങ്ങൾ വഴിയും സൗദിയിലേക്ക് വരാമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. വിമാനമാർഗമോ കപ്പൽ മാർഗമോ റോഡ് മാർഗമോ ഉംറ നിർവഹിക്കാനെത്തുന്നവർക്ക് രാജ്യത്ത് എവിടെയും ഇറങ്ങാം. വിദേശ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നിർദ്ദേശിച്ചുകൊണ്ട് സൗദിയിലെ വിമാനത്താവളങ്ങൾക്കും സീപോർട്ടുകൾക്കും കര അതിർത്തികളിലെ ചെക്ക് പോയിന്റുകൾക്കും മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുൽ അസീസ് വസാൻ സർക്കുലർ അയച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ മാർഗങ്ങളും സ്വീകരിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി. ജിദ്ദ, മദീന വിമാനത്താവളങ്ങൾ വഴിയാണ് നിലവിൽ ഹജ്ജ് ഉംറ തീർത്ഥാടകരിൽ കൂടുതലും ഇപ്പോൾ സൗദിയിലെത്തുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഭൂരിഭാഗവും ഹറം പള്ളികളിൽ പിൻവലിച്ചിട്ടുണ്ട്. പള്ളികളുടെ മുഴുവൻ ശേഷിയിലും ഇപ്പോൾ തീർത്ഥാടകർക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. സാമൂഹിക അകലം പാലിക്കാതെയാണ് പ്രാർത്ഥന നിർവഹിക്കുന്നത്. എന്നാൽ 2 ഡോസ് വാക്സിൻ എടുക്കുക, മാസ്ക് ധരിക്കുക തുടങ്ങിയ മാനദണ്ഡങ്ങൾ തീർത്ഥാടകർ പാലിക്കണം. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദിയിൽ ഇന്ന് 46 കോവിഡ് കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ചട്ടലംഘനങ്ങൾക്ക് സൗദിയിൽ ഒരാഴ്ചക്കിടെ 742 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 24 മണിക്കൂറിനിടെ സൗദിയിൽ 35,972 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 46 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 0.13% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 36 പേർ രോഗമുക്തി നേടിയപ്പോൾ 1 കോവിഡ് മരണം മാത്രമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 5,48,617 രോഗമുക്തി നേടിയവർ 5,37,570 മരണസംഖ്യ 8,794 2253 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇതിൽ 61 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദിൽ 13, ജിദ്ദയിൽ 11, മദീനയിൽ 4, മക്കയിൽ 3, ദമാമിൽ 1 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. അതേസമയം കോവിഡ് ചട്ടലംഘനങ്ങൾക്ക് സൗദിയിൽ ഒരാഴ്ചക്കിടെ 742 കേസുകൾ രജിസ്റ്റർ ചെയ്തു.
റിയാദിൽ 270, മക്കയിൽ 208, മദീനയിൽ 80, കിഴക്കൻ പ്രവിശ്യയിൽ 65, ഹായിലിൽ 55, തബൂക്കിൽ 40 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതും 2 ഡോസ് വാക്സിൻ എടുക്കാതെ പൊതു ഇടങ്ങളിൽ പ്രവേശിച്ചതും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. വാക്സിൻ എടുക്കാത്തവർക്ക് പ്രവേശനം നൽകിയ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. അതേസമയം കോവിഡ് വാക്സിന്റെ 2ാമത്തെ ഡോസ് എടുത്ത് 6 മാസം പൂർത്തിയായവർ 3ാമത്തെ ഡോസ് എടുക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം രാജ്യത്തെ സ്വദേശികളോടും വിദേശികളോടും ആവശ്യപ്പെട്ടു. 24 ജിദ്ദ.